ഇന്ത്യൻ ബാങ്ക് സിമുലേറ്ററിൽ പുതിയ അപ്ഡേഷനൊക്കെ വന്നെന്ന് അറിയണ കേട്ടു. അപ്പോൾ ഗേസ് നമ്മൾ ഇന്ത്യൻ ബാങ്ക് സിമുലേറ്ററിൽ അപ്ഡേഷനിൽ ആദ്യമേ തന്നെ റിച്ച് കോഡാണ് 83837 എന്നാണ് കോഡ്. ഗൈസ് റിക്ഷ വന്നു. പിന്നെ ഗൈസ് വേറൊരു ട്രിക്കും കൂടെ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷകരമായ വാർത്ത, നമ്മുടെ പുതിയ കാർ ഷോറൂം വന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ബിസിനസ്സൊക്കെ നടത്തിക്കൊണ്ടിരുന്ന എല്ലാവർക്കും സന്തോഷമായി. കാർ ഷോറൂം തിരിച്ചു വന്നു. ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഭയങ്കര പാടാണ് ഗൈസ്, ഇത് കൺട്രോളിങ്. നിങ്ങളെല്ലാവരും ഫുള്ള് കണ്ടിട്ട് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മീ. ഈ ഓട്ടിങ്ങനെ കഷ്ടപ്പാടിന് ഇവിടെ ആയിരുന്നു ഗൈസ്. ഇത് അതോ ഇരിക്കുന്നു ഗൈസ്. അപ്പം ഇതാണ് കാർ ഷോറൂം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കും. അങ്ങനെയാണല്ലോ രോഹിത് ഗെയിമിംഗ് സ്റ്റുഡിയോ ഉണ്ടാക്കുന്ന പല സാധനങ്ങളും. അപ്പോൾ ഗൈസ് നമ്മൾ അവിടെ എത്തിയിരിക്കുന്നു. ആ റോഡിൻ്റെ പകുതി പണി പോലും കഴിഞ്ഞില്ല. അതുകൊണ്ട് അങ്ങ് മണ്ടയിലെത്ത്. അയ്യോ മാറിയില്ല ചേച്ചി. ചേച്ചി നമുക്ക് ഇരി പിടിച്ചിട്ടുണ്ട്. ഓ ഗൈസ് സെറ്റ് കാർ ഷോറൂം. ഞാനിപ്പോൾ ഇറങ്ങി ഇരിക്കണമെന്നില്ല, അകത്തോട്ടൊക്കെ ആണെങ്കിൽ കയറാം. അപ്പോൾ ഗൈസ് നമ്മളിത് അകത്തോട്ട് കയറാൻ പോകുന്നു. അകത്തോട്ട് ഡോറിൻ്റെ ഒക്കെ സെറ്റപ്പ് കിടില്ല. ഗൈസ് കിട്ടില്ല. എന്താ ഇതുവഴി നമുക്ക് കയറി പോവാം. നമുക്ക് ഇവിടെ ചെലന്തിയൊക്കെ ഉണ്ട്. നമുക്ക് ആദ്യം തന്നെ നമ്മൾ സേഫ്റ്റി അൺലിമിറ്റഡ് ഹെൽത്ത് അടിച്ചിട്ട് നമുക്ക് ഇതിന് ചെലന്തിയെ വിളിക്കാം. ചെലന്തിയുടെ കൂടെ 5599. അയ്യോ ഗൈസ് ചെലന്തി എന്നെ ആക്രമിക്കാൻ വരുന്നു. അയ്യോ ഞാൻ ഓടുന്നു. നമുക്കിനി ഒരു വണ്ടി വിളിച്ച് നമുക്ക് പോവാം. എൻ്റെ ഫേവറേറ്റ് വണ്ടി ലംബോർഗിനിയാണ് ഗൈസ്. അതുകൊണ്ട് ഞാൻ ലംബോർഗിനി തന്നെ എടുക്കുന്നു. അയ്യോ ലംബോർഗിനിയുടെ ടയർ മാത്രമല്ലേ കിട്ടിയുള്ളൂ. ഗൈസ് അപ്പോൾ നമുക്ക് ലംബോർഗിനി മിസ്സായി. അങ്ങനെ നമ്മൾ വേറെ ലംബോർഗിനി വിളിച്ചിരിക്കുന്നു. കാരണമെന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പുതിയ എയർപോർട്ട് കാണണമെന്ന് ആഗ്രഹമുള്ളവർ ലൈക്കടി. പുതിയ എയർപോർട്ട് വന്നിരിക്കുകയാണ്. ഓ ഗൈസ് ഈ ചെലന്തി വിടണില്ലല്ലോ. അപ്പോൾ ഗൈസ് നമ്മൾ പറപ്പിക്കാൻ പോവുകയാണ്. എന്നിട്ട് പുതിയ എയർപോർട്ടിൻ്റെ അടുത്തോട്ടാണ് നമ്മുടെ പോക്ക്. നമ്മുടെ പോക്ക് അത്ര ശരിയല്ല, എന്നാലും നമ്മൾ പോണു ഗൈസ്. സ്റ്റാർട്ട് ഈ അങ്ങനെ നല്ല പോണം. അപ്പോൾ ഗൈസ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ജീവിച്ചു പോകണ്ടേ. അപ്പോൾ നമ്മൾ എയർപോർട്ടിൻ്റെ അടുത്തെത്താറായി. നിങ്ങൾ ബിൽഡിങ്ങൊക്കെ കാണുന്നെന്ന് വിശ്വസിക്കുന്നതും അവിടെ. എന്നാലും നിങ്ങൾക്ക് പോയി വിശദീകരിച്ച് കാണിച്ചു തരാം. നമ്മളെ പയ്യന്മാരില്ലേ. ഗൈസ് ഞാനത് അവിടെ എത്തിയോ. ഓ ഗൈസ് എന്തായിരുന്നേ. അപ്പോൾ ഗൈസ് നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. ഓ ഗൈസ് സെറ്റ് ബിൽഡിങ്ങാണ്. നമുക്ക് ഇറങ്ങാം. ഇറങ്ങിയിട്ട് ഗൈസ് കണ്ട മണ്ടയിൽ മറ്റേ ബിൽഡിങ്. നമ്മളിത് അങ്ങോട്ട് പോവുകയാണ്. ആ ബിൽഡിങ് ഏറ്റവും എനിക്ക് പ്രത്യേകത തോന്നിയ അതുകൊണ്ട് അങ്ങോട്ട് വേണം. അടുത്ത് RJ ഉള്ള പ്രത്യേകതയൊക്കെ ഉണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് വരും വഴിയിൽ അടുത്ത വീഡിയോയിൽ കാണിച്ചിരുന്നതാണ്. അപ്പോൾ ഗൈസ് ബൈ.